ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് മസാലയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. സോയ ചങ്ക്സ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ മസാലയ്ക്ക് ഒരു നോൺ വെജിന്റെ ടേസ്റ്റ് ആണുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ 100 ഗ്രാം സോയയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് സോയ ഉണ്ട് കേട്ടോ. ഇത് സോയ നമുക്ക് വലിയ സൈസിലും ചെറിയ സൈസിലും കിട്ടും. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വലിയ സൈസിലുള്ള സോയയാണ്. സോയയിൽ പൊടി ഉണ്ടാകും. അപ്പോൾ അത് പോകാനായിട്ട് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്ത സോയയാണിത്. ഇനി ഈ സോയയിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം സോയ നന്നായിട്ട് കുതിർന്ന് വലുതായി വന്നിട്ടുണ്ട്. ഇനി ഈ സോയ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. അപ്പോഴായിരിക്കും സോയയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. കുതിർത്തിയെടുത്ത സോയ ഒരു 3 പ്രാവശ്യം നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം നന്നായി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ള സോയയാണിത്. എല്ലാ സോയയും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് കൊണ്ട് മസാലയൊക്കെ സോയയിൽ നന്നായിട്ട് കയറി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി സോയ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. സോയ ആദ്യം വേവിച്ചെടുക്കണം. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ സോയ കുക്ക് ചെയ്യുമ്പോൾ സോയയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇനി കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2 വിസിൽ മതിയാകും. 2 വിസിലിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പോൾ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. സോയ കറക്റ്റ് പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഓയിലിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്ത് ചൂടാക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ ഇത്. ഇനി ഈ സവാള ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള എളുപ്പത്തിൽ വഴറ്റി കിട്ടുവാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലയിൽ നാളികേരക്കൊത്ത് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ച ടേസ്റ്റ് മാറി സവാള ഒരു ഗോൾഡൻ കളറൊക്കെ ആകുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയുടെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മസാലപ്പൊടികളുടെ പച്ച ടേസ്റ്റ് എല്ലാം മാറുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. തക്കാളി നന്നായിട്ട് വഴറ്റി സോഫ്റ്റ് ആയിട്ട് വരണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക്
കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിൽ സോയ ചങ്ക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സോയ നന്നായിട്ട് മസാലയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാൻ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും സോയയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആകും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രേവി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് മസാല റെഡി ആയിട്ടുണ്ട്. ഊണിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, അപ്പത്തിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മസാലയാണിത്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സോയ ചങ്ക്സ് മസാല എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.